നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലൊരു നല്ല ഫ്ലോലെസ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവരും പുറത്തോട്ട് പോകുമ്പോൾ എല്ലാവരും ചില സെലിബ്രിറ്റിയുടെയൊക്കെ ഫേസ് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഗ്ലോ, അതുപോലെ നമ്മുടെ സ്വന്തം ഫേസിൽ അതുപോലൊരു ഗ്ലോ വരാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ പ്രോഡക്റ്റ് കൊണ്ട് നമ്മുടെ ഫേസിൽ ഈ ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നിനെ അതിനായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ CTM, അതായത് ക്ലെൻസിങ് ചെയ്യണം. ഫേസ് നന്നായിട്ട് ഡീപ്പ് ക്ലെൻസിങ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടൊരു ടോണർ അപ്ലൈ ചെയ്യണം. ടോണർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോസ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇലുമിനേറ്റിംഗ് സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സിറം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കിൻ ടോണിന് പെർഫെക്റ്റ് മാച്ച് ചെയ്യുന്ന ഫൗണ്ടേഷൻ എടുത്ത് നമ്മുടെ ജോ ലൈനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിൻ ടോണിന് കൂടുതലായിട്ട് ലൈറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചൊരു ഹെവി ഫീൽ തോന്നും. അതേപോലെ തന്നെ നാച്ചുറൽ ലുക്കിലുള്ള ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിന് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഫൗണ്ടേഷനകത്ത് കുറച്ച് സ്ട്രോബ് ക്രീം, അതായത് ഫേസ് കാനഡയുടെ ഈ കാണുന്ന സ്ട്രോബ് ക്രീം കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് 1-2 ഡ്രോപ്പ് ഫൗണ്ടേഷനും ഈ സ്ട്രോബ് ക്രീമും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റും.